എല്ലാവരും പെസഹ ആഘോഷിച്ചല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ ഞങ്ങൾ എങ്ങനെയാണ് പെസഹ ആഘോഷിച്ചതെന്ന് കാണാം. ആദ്യം നമ്മൾ അപ്പം ഉണ്ടാക്കാം. അതിന് വേണ്ട ഉഴുന്ന് ഇവിടെ ചെറുതായിട്ടൊന്ന് വറുത്തതിന് ശേഷം കുതിർക്കാനിട്ടിട്ടുണ്ട്. ഒരു 1-2 മണിക്കൂറൊക്കെ കുതിർന്നാൽ മതി. അതിന് ശേഷം നമുക്കത് നന്നായിട്ട് അരച്ചെടുക്കാം. അത് വറുത്ത അരിപ്പൊടിയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ജീരകം, വെളുത്തുള്ളി, പിന്നെ ചുവന്നുള്ളി ഇതും തേങ്ങയും കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട്. തേങ്ങ ഒരുവിധം നന്നായിട്ട് തന്നെ അരയണം കേട്ടോ. ഇതെല്ലാം നമ്മുടെ പൊടിയിലോട്ട് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതൊരു 1 മണിക്കൂർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. ഇപ്പം കുരുത്തോല കൊണ്ട് ഒരു കുരിശുണ്ടാക്കി അത് നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാലുണ്ടാക്കുന്നത് നോക്കാം. ശർക്കര പാനിയും പിന്നെ 2ാം പാലും ഉണ്ടല്ലോ തേങ്ങയുടെ, അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ചുക്ക്, ജീരകം, ഏലക്ക ഇതെല്ലാം നന്നായിട്ട് പൊടിച്ചത് അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അരിപ്പൊടിയും നമ്മൾ ചേർക്കണം. ഇതിൻ്റെ തിക്നെസ് വരാൻ വേണ്ടിയാണ് ചേർത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം മതി. അതും ചേർത്ത് നന്നായിട്ട് കുറുകി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ തേങ്ങാപ്പാലുണ്ടല്ലോ 1ാം പാൽ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എള്ളും വറുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ പാലുണ്ടാക്കുന്നത്. ഇനി ഇതെല്ലാവരും നമ്മൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ടാണ് അപ്പം മുറിക്കുന്നത്. ഞങ്ങളെല്ലാവരും വൈകുന്നേരമായിരുന്നു ഇവിടെ സർവീസ്. അതിന് പോയി തിരിച്ചു വന്ന് ഞങ്ങളുടെ ചേട്ടനാണ് മുറിക്കുന്നത്. കൂടുതൽ നമ്മുടെ വീട്ടിൽ മൂത്തവരാരാണോ അവരാണിത് മുറിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഏജ് അനുസരിച്ച് ഓരോരുത്തർക്കും കൊടുക്കും. മൂത്തവർ ആദ്യം മേടിക്കും. അങ്ങനെയാണിത് ആഘോഷിക്കുന്നത്. വീണ്ടും പെസഹ ആഘോഷിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.